മുകേഷിനോട് നന്ദി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം. പീഡന പരാതിയിൽ പ്രതി ചേർത്തിട്ടും MLA പദവിയിൽ കടിച്ചു തൂങ്ങി നിന്ന മുകേഷിനെ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രതിരോധ കോട്ട തീർക്കുന്നത്. 2 വട്ടം തുടർച്ചയായി MLA ആയ മുകേഷിന് ഇനി സീറ്റ് നൽകില്ലെന്ന് CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ പാർട്ടി വേദികളിലും സർക്കാർ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയാണ് മുകേഷ്. MLA കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് CPM പ്രഖ്യാപിച്ചതുമാണ്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ മുകേഷിന്റെ മികവ് കൊണ്ട് വായ തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന മുകേഷ് പ്രതിയായ കേസാണ്. സംഗീത നാടക അക്കാദമി ചെയർമാനാക്കിയും MLA ആക്കിയും CPM ഉയർത്തിവിട്ട മുകേഷ് കുറെ കാലമായി പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്ന് പിണറായി വിജയനെ നിരന്തരം പേരെടുത്ത് ആക്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടുവോളം ആയുധം കിട്ടിയിട്ടും കൈകെട്ടിയെന്ന പോലെ നിൽക്കാനേ പാർട്ടിക്ക് കഴിയുന്നുള്ളൂ. രാഹുൽ MLA സ്ഥാനം ഒഴിയണമെന്നാണ് പൊതുജന അഭിപ്രായം എന്ന നിലയ്ക്കുള്ള അഴക്കൊമ്പൻ നിലപാടാണ് CPM-നുള്ളത്. കാരണം ഈ വിഷയത്തെ പ്രതിപക്ഷം നേരിടുന്നത് ആരോപണ വിധേയനായ മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്നത് ചൂണ്ടിക്കാണിച്ചാണ്. ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ പല നേതാക്കളോടുള്ള CPM-ന്റെ നിലപാട് എടുത്തു പറയുമ്പോഴും മുകേഷിന്റെ കാര്യത്തിൽ കൂടുതൽ ഉറക്കെയാണ് പ്രതിരോധം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ MLA സ്ഥാനം കൂടി ഒഴിയണമെന്ന് BJP ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. CPM-ഉം ഇത് ഉയർത്തുന്നുണ്ട്. എങ്കിലും തെരുവിലിറങ്ങി സമരത്തിനില്ല. CPM-ലെ വനിതകളടക്കം മുകേഷിനെ പിന്തുണച്ചതിന്റെ പഴയ വാർത്തകളും വീഡിയോ ക്ലിപ്പുകളും പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവിലും പങ്കെടുക്കുന്നതിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരുന്നു. നിലവിൽ MLA സ്ഥാനം ഉണ്ട് എന്നല്ലാതെ മുകേഷിനെ ഒരു കൈയകലത്തിൽ നിർത്തിയാണ് കൊല്ലത്തെ CPM പ്രവർത്തിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൽ പോലും കാര്യമായ റോൾ ഉണ്ടായില്ല എന്നതും നമ്മൾ കണ്ടു. വീണ്ടും മുകേഷ് വിഷയം മാധ്യമ ചർച്ചകളിലും സോഷ്യൽ മീഡിയ ഓഡിറ്റിനും വിധേയമാകുമ്പോൾ കുഴയുന്നത് സൈബർ സഖാക്കളാണ്. താരപ്രഭയെ മുൻനിർത്തി ഇലക്ഷൻ വിജയം മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സ്ഥാനാർത്ഥിത്വം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുകേഷിനെ ഉയർത്തിക്കാട്ടി CPM-നെ നിശബ്ദമാക്കാമെങ്കിലും BJP-യുടെ നിലപാട് കോൺഗ്രസിന് തലവേദനയാണ്. കേരളത്തിൽ ഇതുവരെ പ്രധാന നേതാക്കൾ ആരും ലൈംഗിക അപവാദങ്ങളിലൊന്നും പെട്ടിട്ടില്ലാത്തതിന്റെ ആവേശം ഈ വിഷയത്തിൽ BJP-യിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്.